പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ നല്ല കൂട്ടായ്മകൾക്കും പ്രോത്സാഹനങ്ങൾക്കും എല്ലാം ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് വളരെ പരിചിതവും അനേക ദൈവദാസന്മാരുടെ വായിച്ച് അറിവുകൾ പ്രാപിച്ചതുമായ ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവത്തിന്റെ ദാസന്മാർ ശക്തിയോടുകൂടെ സംസാരിക്കുന്നത് ഓരോ വിശ്വാസികളും വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ്. അവർ പ്രത്യാശയുള്ളവരായി ജീവിക്കണമെന്ന് വിചാരിച്ചാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ്. അവരുടെ കുടുംബത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അവർക്ക് സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ്. അവർക്ക് ശാരീരികവും മാനസികമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് ലഭിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അങ്ങനെ നിങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഞങ്ങൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വായിച്ചതായിരിക്കുന്ന തിരുവചന ഭാഗം നമുക്ക് വളരെ പരിചിതമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമാണ് വായിപ്പാൻ ഇടയായിത്തീർന്നത്. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. പ്രിയമുള്ള ദൈവമക്കളെ, ഈ വാക്കുകൾ വളരെ ആശ്വാസം നൽകുന്ന വാക്കുകളാണ്, പ്രത്യാശ നൽകുന്ന വാക്കുകളാണ്. ഉന്മേഷവും ഉണർവും പ്രത്യാശയും പ്രാഗൽഭ്യവും പ്രവർത്തനത്തിന് കടന്നു പോകാനുള്ള എല്ലാ ഓജസ്സും ശക്തിയും ഒക്കെ നൽകുന്ന ഒരു സന്ദേശവാക്കാണ് ഗിദെയോന് ലഭിക്കപ്പെട്ടത്. ഇന്ന് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം അനേക സംഭവങ്ങളാൽ നിറയപ്പെട്ടൊരു കാലഘട്ടമാണ്. എവിടെയും അസ്വസ്ഥതകൾ, എവിടെയും അസമാധാനങ്ങൾ, ഭീതിപ്പെടുത്തുന്ന അവസ്ഥകൾ, പലവിധത്തിലുള്ളതായ പകർച്ചവ്യാധികൾ, രോഗത്തിന്റെ അവസ്ഥകൾ, മനുഷ്യനെന്ന് സമാധാനമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്. വീടുകളിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, വിദ്യാഭ്യാസ മേഖലയാകട്ടെ, ഏത് മേഖലകളിൽ എത്തിയാലും അവിടെയൊക്കെയും അനേക പ്രശ്ന സങ്കീർണതകൾ കൊണ്ട് നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെയാണ് മനുഷ്യനെന്ന് പോകുന്നത്. അവർക്ക് ലഭിക്കപ്പെടുവാനുള്ളതായ ഒരു സന്ദേശം, ജീവിതം വഴിമുട്ടുമ്പോൾ, വാതിലുകൾ അടയുമ്പോൾ, നിരാശപ്പെടുമ്പോൾ ബലപ്പെടുന്നതായ ദൈവത്തിന്റെ വചനമാണ്. ഒരിക്കൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, യോപ്പയിൽ എനിക്ക് ഒരു വാതിൽ തുറന്നിരിക്കുന്നു, അത് സുവിശേഷത്തിന്റെ വാതിലാണ്. അടഞ്ഞു കിടന്നൊരു വാതിൽ തുറക്കുകയാണ്, കാണാതെ കിടന്നൊരു വാതിൽ കാണുകയാണ്, നന്മയുടെ വഴികളെ ദൈവം തുറക്കുകയാണ്. അതാണ് പൗലോസിന് ദൈവം നൽകിയതായിരിക്കുന്ന ഒരു സന്ദേശം. എലിയാവ് ഒരു സ്ത്രീയുടെ വാക്കിന്റെ മുൻപിൽ ഒന്ന് പതറി, ഒന്ന് ഭയപ്പെട്ടു, കാലു നിടറി, മനസ്സൊന്ന് പതറി, ഭയമുള്ളിൽ തട്ടി, ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് താൻ അവിടെ നിന്നും ബഹുദൂരം ഓടി ഒരു ചൂരച്ചെടിയുടെ കീഴിൽ ചെന്ന് കിടക്കുകയാണ്. അവിടെ കിടന്നു പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ പിതാക്കന്മാരെ പോലെ ഞാൻ നല്ലവനല്ല, അതുകൊണ്ട് യഹോവേ മതി, എന്റെ ജീവിതം മതിയാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ ആ സായാഹ്നങ്ങളെ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് താൻ പറയുമ്പോൾ യഹോവയുടെ ദൂതൻ അവിടെ വന്നിട്ട് പറയാണ്, നിനക്കൊരു യാത്രയുണ്ട്, നീ ഇവിടെ കിടക്കേണ്ട വ്യക്തിയല്ല, നീ തളരേണ്ട വ്യക്തിയല്ല,
നീ ഇവിടെ ഒടുങ്ങേണ്ട വ്യക്തിയല്ല, നീ നശിക്കേണ്ട വ്യക്തിയല്ല. നിന്റെ ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാതെ വണ്ണം നിന്നെ ഭയപ്പെടുത്തുന്ന ചില ശക്തികൾ നിന്റെ പിന്നാലെ ഉണ്ടാകും. നിനക്ക് ലഭിക്കപ്പെട്ട കാഴ്ചപ്പാട് ഇല്ലാതാക്കുവാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. തനിക്ക് ലഭിക്കപ്പെട്ടതായ നന്മയുടെ വഴികളെ അടയ്ക്കുവാൻ ചില വ്യക്തികളുടെ കരം പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ തളർന്നു പോകരുത്. നീ എഴുന്നേൽക്കുക, ബലപ്പെടുക. നിനക്കൊരു യാത്രയുണ്ട്. ദൈവത്തിന്റെ ദാസൻ യഹോവയോട് പറഞ്ഞു, യഹോവേ, എനിക്ക് കഴിയില്ല. താൻ അവിടുന്ന് എഴുന്നേറ്റ് ചൂരച്ചുടിയുടെ കീഴിൽ നിന്ന് എഴുന്നേറ്റ് ഗുഹയിൽ ചെന്ന് പാർത്തു. ദൈവത്തിന്റെ ദൂതൻ അവിടെ വന്നിട്ട് ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, നീ കഴിക്ക്, നീ യാത്ര ചെയ്യണം. അപ്പോൾ പറഞ്ഞു, എനിക്കതിനാവില്ല. ഇല്ല, നീ പോകണം, നിനക്കൊരു യാത്രയുണ്ട്. ആ യാത്രയ എന്ന് പറയുമ്പോൾ അതൊരു സന്ദേശമാണ്. അവിടെ ഒരു അനുഗ്രഹമുണ്ട്. തന്നിലൂടെ എന്തൊക്കെയോ ദൈവം ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെയോ ദൈവം ആഗ്രഹിച്ചുകൊണ്ട് എന്നെ തെരഞ്ഞെടുത്തതാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളെ വേർതിരിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളെ കരുതുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹവും ലക്ഷ്യപ്രാപ്തിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന നന്മയും പ്രാപിക്കാതിരിക്കുവാൻ ചില ശക്തികൾ പോരാടുന്നുണ്ട്. 91 സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ അവൻ നിന്നെ വേട്ടക്കാരന്റെ കടിയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഒരു വേട്ടക്കാരനുണ്ട്. നമുക്ക് ചുറ്റും ഒരു വേട്ടക്കാരനുണ്ട്. നന്മയുടെ പ്രാപ്തി പ്രാപിക്കാതിരിക്കുവാൻ, ലക്ഷ്യത്തിലെത്താതിരിക്കുവാൻ, തകർത്ത് കളയുവാൻ, ഏതു വിധേനയും ഇല്ലായ്മപ്പെടുത്തുവാൻ ആ ദൈവത്തിന്റെ ദാസൻ ബലപ്പെട്ടു, ശക്തീകരിച്ചു. 3-ാം പ്രാവശ്യം ഒന്ന് കുടഞ്ഞെഴുന്നേറ്റു. ആ ശിംശോനെ പോലെ ഒന്ന് ചാടി എണീറ്റു, ബലപ്പെട്ടു. താൻ ആ ഗുഹയ്ക്കകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നു. സ്തോത്രം പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തി. യഹോവേ, എന്നെ നീ കണ്ടുവല്ലോ. അത് പറഞ്ഞത് ഇതാണ്, യേഹൂന്റെ മകനായ നിസ്സയെ നീ അഭിഷേകം ചെയ്യണം. നിനക്ക് പകരക്കാരനായി ഒരു വ്യക്തിയെ നീ ശിഷ്യനായി തെരഞ്ഞെടുക്കണം. ഒരു വലിയ ശുശ്രൂഷ നിന്നിൽ നിക്ഷിപ്തമാകുമ്പോൾ നീ ശത്രുവിന്റെ വാക്കിന്റെ മുൻപിൽ പതറരുത്, ക്ഷീണിക്കരുത്. നിനക്കൊരോട്ടമുണ്ട്. നിനക്ക് ചില നന്മയുണ്ട്, ചില അടയാളങ്ങളുണ്ട്, ചില വെളിപ്പാടുകളുണ്ട്, ചില ദർശനമുണ്ട്. അത് പ്രാപിക്കണ്ടേ? അതിനായിട്ടൊന്ന് ബലപ്പെടുക, അതിനായിട്ടൊന്ന് ശക്തീകരിക്കുക. അതിനുവേണ്ടി പ്രാർത്ഥനയോ ഉപവാസമോ ധ്യാനമോ വേർതിരിച്ചുള്ളതായ വചന ധ്യാനമോ എന്തുമാകാം. നിങ്ങളുടെ ആത്മീയ വർധനവിന് വേണ്ടി, ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഇവിടെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഗിദെയോനോട് പറഞ്ഞു, ഈ ബലത്തോടെ നീ പോകാം, ഞാൻ കൂടെയുണ്ട്. എത്ര നല്ലൊരു സന്ദേശമാണ്. ഞാൻ കൂടെയുണ്ട്. വേറെ ആരും പറഞ്ഞിട്ടില്ല, ആരും പറയുകയുമില്ല. നമ്മളെ സ്നേഹിക്കുന്നവരാരും ഞാനും വരാം എന്ന് പറയില്ല, ഞാൻ കൂടെയുണ്ട് എന്ന് പറയില്ല, വേണ്ട സപ്പോർട്ട് തരാമെന്ന് പറയില്ല. കാരണം കാഴ്ചക്കാരുടെ നടുവിലാണ് നിൽക്കുന്നത്. അതെ, കാഴ്ചക്കാർ നമുക്ക് ചുറ്റുമുണ്ടാകും. ആരവാരങ്ങൾ കേൾക്കും. അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള വാക്കുകൊണ്ട് നമ്മെ മൂടും. പക്ഷേ ആരും നമ്മുടെ കൂടെ വരികയില്ല. ഇവിടെ ഗിദെയോനോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ ശക്തീകരിക്കും, നീ മുൻപോട്ട് പോകാം. അതെ, നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം ബലപ്പെടുത്തട്ടെ. ഗിദെയോനോട് പറഞ്ഞു മുൻപോട്ട് പോകാം. അപ്പോൾ ഗിദെയോൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, യഹോവേ, നീ കൂടെയുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കുന്നു? കഷ്ടതകൾ, പ്രയാസങ്ങൾ, പട്ടിണികൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ശത്രു പോരാട്ടങ്ങൾ പലതും ഞങ്ങളെ മൂടുകയാണ്, വെല്ലുവിളിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവനെ വെല്ലുവിളിക്കും. ദർശനമുള്ളവന്റെ മേൽ പോരാട്ടമുണ്ടാകും. വെളിപ്പാട് പ്രാപിച്ചവനെ തകർക്കാൻ നോക്കും. നന്മ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ അത് ശത്രു മുന്നമേ തിരിച്ചറിഞ്ഞിട്ട് അത് ഇല്ലായ്മപ്പെടുത്താൻ ശ്രമിക്കും. തളർന്നു പോകരുത്, തളർന്നു പോകരുതേ, ഇനിയും
തളർന്നു പോകരുതേ. തളർന്നു പോകരുത്, ബലപ്പെടുക, ശക്തീകരിക്കുക. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലത്തിനായി കേൾക്കുന്ന വചനങ്ങൾക്കായി ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ നിൽക്കുവാൻ സഹായിക്കണം. രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം നൽകണം. ജോലിയോടുള്ള ബന്ധത്തിൽ കേരളത്തിലും വടക്കേ ഇന്ത്യയിലും കടന്നുപോയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഗൾഫ് മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യൂറോപ്പിലും അമേരിക്കയിലും ആയിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതിയ അതേ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ഈ അധ്യയന വർഷത്തിൽ അതേ അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. വിജയത്തിൻ്റെ അതേ നന്മകളെ പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോഴും പലവിധമായ ആവശ്യങ്ങളുമായി മാതാപിതാക്കൾ ഭാരപ്പെടുന്നു. ദൈവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. കർത്താവിൻ്റെ വചനം ഓരോ പ്രിയപ്പെട്ടവരുടെയും ഉള്ളിൽ ബലവും ശക്തിയും നൽകി ബലപ്പെടുത്തി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കേൾക്കപ്പെടുന്ന വചനം നിങ്ങൾക്ക് അനുഗ്രഹവും ആയിത്തീരുന്നു എന്നറിയുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ കല്ലൂര്, മാഞ്ചൂട് എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ കടന്നു പോകാനും പരസ്യവേല ചെയ്യാനും ദൈവം സഹായിച്ചു. ധാരാളമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുന്നു.